ഇന്നാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് നമുക്ക് കിട്ടണത്. റിമാൻഡ് റിപ്പോർട്ടിൽ എന്താ അലിഗേഷൻ അദ്ദേഹത്തിനെതിരെ? ആചാരലംഘനം നടത്തി തന്ത്രി. വലിയൊരു അലിഗേഷനാണ് കണ്ടുപിടിച്ചേക്കണം. ആചാരലംഘനം നടത്തി തന്ത്രി എന്നാണ് പറയുന്നത്. ആചാരലംഘനം നടത്തിയോ ഇല്ലയോ എന്നുള്ളത് ആരാ തീരുമാനിക്കണേ? ആചാര ലംഘനം നടത്തി എന്ന ചാർജസിലല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഈ പ്രതികളുമായി, ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗൂഢാലോചന നടത്തി ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിന് കൂട്ടുനിന്നു. ഇതാണ് പ്രശ്നം. ആചാരലംഘനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന അറസ്റ്റ് മെമ്മോയിൽ പരാമർശമുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആചാരലംഘനത്തിന് അറസ്റ്റ് ചെയ്യാൻ എന്തായാലും ഭാരത് നയ സംഹിതയിൽ വ്യവസ്ഥയില്ലല്ലോ. അദ്ദേഹം ഒരു ഗൂഢാലോചനയിൽ പങ്കാളിയാവുകയും സ്വർണ്ണപ്പാളികൾ നഷ്ടമാവുന്നതിന് കൂട്ടുനിൽക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു ക്രിമിനൽ ഒഫൻസ് ആണല്ലോ സ്വാഭാവികമായിട്ടും. ഞാൻ റിമാൻഡ് റിപ്പോർട്ടിലെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹത്തിനെതിരെ പ്രധാനമായിട്ട് പറയുന്ന ഒരു ക്രൈം എന്ന് പറഞ്ഞാൽ ആചാരലംഘനം തന്ത്രി നടത്തി, ഇങ്ങനെ സ്വർണ്ണപ്പാളി കടത്താനായിട്ട് മൗനാനുവാദം കൊടുത്തു എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞു വെക്കണേ. ഈ തന്ത്രി ആധ്യാത്മിക കാര്യങ്ങളുടെ ആചാര്യനാണ് ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ട്. അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ഒരു ബന്ധവുമില്ല. തന്ത്രിക്ക് ഒന്നും ചെയ്യാനും ഒക്കില്ല. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ വന്ന് നിൽക്കുന്നിടത്ത് തന്ത്രിക്ക് അത് കൊണ്ടുവരുമെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല. കാരണം അതാണ് നമ്മുടെ ദേവസ്വം നിയമങ്ങളുടെയും ഒക്കെ ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് അതിലൊന്നും ചെയ്യാനൊക്കില്ല. അതാണ് അവസ്ഥ. എനിക്ക് തോന്നുന്നു അങ്ങേ ആരോ തെറ്റിദ്ധരിപ്പിച്ചു തോന്നുന്നു ഈ പറഞ്ഞ അറസ്റ്റ് മെമ്മോയിൽ, അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്ന്. അല്ല, ഞാൻ റിമാൻഡ് റിപ്പോർട്ട് കണ്ടിട്ട് തന്നെയാണ് പറയണത്. റിമാൻഡ് റിപ്പോർട്ട് കണ്ടിട്ട് തന്നെയാണ് ഞാൻ പറയണത്. വെറുതെ പറയണല്ല, തെറ്റിദ്ധരിപ്പിച്ചേക്കണമെന്നല്ല. ഇത് 13ാമത്തെ പ്രതിയാണ് ഇദ്ദേഹം. നേരത്തെ അതിൽ പറയുന്നു പ്രസിഡന്റും മറ്റു 2 മെമ്പർമാരും ഇതിൽ ഉത്തരവാദികളാണെന്നുള്ളൂ. ആ 2 ഉത്തരവാദികളാണെന്ന് SIT കണ്ടുപിടിച്ച ആൾക്കാർ പുറത്ത് നിൽക്കുകയാണ്. തിരക്കിട്ട് തന്ത്രിയെ പിടിച്ച് അകത്തിട്ട് ഇതൊരു ബ്രാഹ്മണിക്ക് ലേജിമണിയാണെന്ന് ആർക്കാ മനസ്സിലാവാത്ത? അതിനുള്ള കടന്നുകയറ്റാണെന്ന് പറഞ്ഞുണ്ടാക്കാനാണെന്ന് ആണെന്ന് ആർക്കറിയാൻ പാടില്ലാത്ത. അല്ല, ഒരു അറസ്റ്റ് മെമ്മോ ഞാൻ വായിക്കാം. അങ്ങേക്ക് ചിലപ്പോൾ കുറച്ച് ക്ലാരിറ്റി വരും തോന്നുന്നു. കട്ടിളപ്പാളികളും അനുബന്ധ പാളികളും ആചാരലംഘനം നടത്തി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് ഒന്നാം പ്രതിക്ക് ഒത്താശ ചെയ്ത് മൗനാനുവാദം നൽകി ഗൂഢാലോചനയിൽ പങ്കാളിയാവുകയും, ശ്രദ്ധിക്കണം, ഗൂഢാലോചനയിൽ പങ്കാളിയാവുകയും തദ്വാര 1, 9, 10 പ്രതികൾക്ക് അന്യായ ലാഭവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അന്യായ നഷ്ടവും ഉണ്ടായിട്ടുള്ളതായി വ്യക്തമായി അന്വേഷണത്തിൽ വെളിവായിട്ടുള്ളതിനാൽ ഈ കേസിലേക്ക് 13ാം പ്രതി രാജീവ് തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇതാണ് പോലീസിന്റെ രേഖ. എന്ന് പറഞ്ഞാൽ ആചാരലംഘനത്തിനല്ല അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആചാരലംഘനം അവിടെ ഉണ്ടായി, അത് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം ഇത് കൊണ്ടുപോകാൻ കൂട്ടുനിന്നു എന്നുള്ളതാണ് നിയമപരമായ ആചാരലംഘനാണ് പറഞ്ഞിരിക്കുന്നത്. ആചാരലംഘനം ആര് നിശ്ചയിക്കണേ? തന്ത്രിക്ക് നിശ്ചയിക്കാൻ അധികാരമുള്ള പോർട്ട്ഫോളിയോയാണ് ആചാരം. ഓരോ ക്ഷേത്രത്തിലെ, ഇപ്പൊ ശാസ്താവിന്റെ അമ്പലമായാലും ശിവന്റെ അമ്പലമായാലും ഓരോ അമ്പലങ്ങളും വിഭിന്നങ്ങളാണ് ആചാരങ്ങൾ. ആ ആചാരങ്ങൾ നിശ്ചയിക്കാനുള്ള പരിപൂർണ്ണ അധികാരം തന്ത്രിക്കാണ്. തന്ത്രി ആചാരം ലംഘിച്ചു പറഞ്ഞിട്ട് എങ്ങനെ ഇന്ത്യൻ മൂർത്തിയുടെ ദേവന്റെ കാര്യങ്ങൾ, അമൂല്യമായ വസ്തുക്കൾ എടുത്ത് പുറത്തു കൊടുക്കാനുള്ള ആചാരമില്ലല്ലോ. അങ്ങനെ ഒരു ആചാരമില്ലല്ലോ. ഉണ്ടോ? അങ്ങനെ ഒരു ആചാരം നടത്താനുള്ള അധികാരം എന്തായാലും അലിഗേഷൻ ഇല്ലല്ലോ. അത് കൊണ്ടുപോയി കൊണ്ടുപോകാൻ കൂട്ടുനിന്നുള്ളതാണ്. മെമ്പർമാരെ അനുവാദത്തോടുകൂടി കൊണ്ടുപോയി തന്ത്രിക്ക് എന്ത് ചെയ്യാനും വെക്കും? ദേവസ്വം തന്ത്രിയുടെ പണി. അവിടുത്തെ ക്ഷേത്ര പരിസരത്ത് തന്നെ അറ്റകുറ്റപ്പണി നടത്തേണ്ട കാര്യമാണ്. അല്ലാണ്ട് കട്ടളപ്പാളി നോക്കിയിരിക്കലല്ല തന്ത്രിയുടെ പണി. തന്ത്രിയുടെ ഒപ്പ് വേണം കൊണ്ടുപോകണമെങ്കിൽ. ദേവസ്വം ബോർഡിന്റെ ഇത് ഓരോ മാരി കാണിച്ചു വെച്ചിട്ട് തന്ത്രിയുടെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമുണ്ടോ? തന്ത്രിയുടെ അതല്ലല്ലോ. ഇത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ആചാര്യ കാര്യങ്ങളിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റത് അതേപോലെ ലംഘിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ ഈ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്തപ്പോ അവിടെ സന്നിഹിതനായി അതേപോലെയുള്ള ഒപ്പിട്ട ആളാണ് തന്ത്രി. അതല്ലാതെ അദ്ദേഹം എവിടെയോ എന്തോ ചെയ്തതല്ല. ഇത് കൊണ്ടുപോകാൻ ഒപ്പിട്ട് കൊടുത്ത ആളാണ് തന്ത്രി. ഇതല്ല ആചാരം, കൊണ്ടുപോകാൻ പറ്റില്ലാതെ പറയണായിരുന്നല്ലോ. ഇതിന് പൊത്തം കൂട്ടു നിന്ന് പ്രസിഡന്റിന്റെ ഒപ്പം കൂട്ടു നിന്ന മെമ്പർമാർ ഉത്തരവാദിയാണെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അവരൊക്കെ അകത്ത് കിടക്കല്ലേ ഇപ്പോ? അതിലും വലിയ മുകളിലുള്ള കുറ്റവാളികളല്ലേ അവരൊക്കെ അകത്ത് കിടക്കല്ലേ ഇപ്പൊ? ജാമ്യം പോലും കിട്ടാതെ 2 പേര് പുറത്ത് മെമ്പർമാര് തൊട്ടിട്ടുണ്ടോ? അവരെ അറസ്റ്റ് ചെയ്യായിരിക്കും. അതൊക്കെ അന്വേഷണ സംഘമല്ലേ തീരുമാനിക്കേണ്ടത്. ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, അപ്പൊ അതാണോ പ്രശ്നം? ബാക്കി ദേവസ്വം ബോർഡ് മെമ്പർമാരെ അറസ്റ്റ് ചെയ്തതിന് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്ത പ്രശ്നം കഴിഞ്ഞോ? റിമാൻഡ് റിപ്പോർട്ടിൽ ഇതൊന്നും പറയണില്ല. ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്ത കഴിഞ്ഞോ? ഇത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം കോടതിയിൽ നൽകുന്ന ആദ്യത്തെ രേഖയാണ്.
അറസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ അന്വേഷണം പുരോഗമിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ വരും. ഈ കേസിൽ ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ തന്ത്രി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയും. അത് ചാർജ് ഷീറ്റ് കൊടുക്കണ്ടേ? ചാർജ് ഷീറ്റ് കൊടുക്കാൻ അന്വേഷണം പൂർത്തീകരിക്കണം. ആ അന്വേഷണം പൂർത്തീകരിക്കാൻ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് തന്ത്രി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കസ്റ്റഡിയൽ ഇന്റർഗേഷൻ ആവശ്യമുള്ളതുകൊണ്ടാണ് എന്തായാലും കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കാര്യങ്ങളൊക്കെ വ്യക്തമാവട്ടെന്നേ. അതിനു മുമ്പേ തന്ത്രി ഒരു നിഷ്കളങ്കനാണെന്ന് പ്രഖ്യാപിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണ് ഇപ്പോ അറസ്റ്റിലായിരിക്കുന്ന ഓരോ ആളുകളുടെയും സമുദായ അംഗങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലോ, സമുദായ സംഘടനകൾ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലോ, NSS, ഒക്കെ ഞങ്ങൾ അയാൾ നിഷ്കളങ്കനാണ് എന്ന് ഓരോ ആൾ അറസ്റ്റിലായ സമയത്തും പറഞ്ഞിരുന്നെങ്കിലോ? തെളിവുകളൊന്നുമില്ല. റിമാൻഡ് റിപ്പോർട്ട് വെച്ചല്ലോ ഒരു കേസിൽ വിചാരണ നടത്തുക. തന്ത്രിക്കെതിരെ അങ്ങനെ ഒരു അലിഗേഷൻസ് ഒന്നുമില്ല. ആചാര ലംഘനമാണ് പറഞ്ഞിരിക്കണേ. ഈ റിമാൻഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? കുറ്റപത്രമല്ലല്ലോ. നമുക്ക് പ്രതിഷേധിക്കാണ്ട് പറ്റില്ല. ഓക്കെ, അതാണ് വിളിച്ചു വരുത്തുക, ഉടനെ തന്നെ ചോദ്യം ചെയ്യാൻ. എത്ര പേര് 2-3 പ്രാവശ്യം വിളിച്ചു വരുത്തിയിട്ടൊക്കെ 2-3 തവണ വിളിച്ചു വരുത്തി നവംബർ മാസം മുതൽ പലതവണ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അതൊക്കെ ഞാനല്ലേ പറയുന്നത്. ഒരു വെൽ പ്ലാൻഡ് ആണ്, നമുക്ക് സംശയമില്ല. നമ്മൾ ആ അറസ്റ്റിനോട് ഒരു കാരണവശാലും യോജിക്കുന്നില്ല. ശരി ശരി ശരി. പി കെ സജീവ്, ശരി ശരി ശരി.